ആക്രി പെറുക്കി വിറ്റിട്ടാണ് 10ഓളം പേരെ വിമാനത്തിൽ കയറ്റിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വാർഡിലുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങളും അവരോട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ പത്രം കളക്ട് ചെയ്ത് നിങ്ങളുടെ ഒരു സ്ഥലങ്ങളിൽ വെക്കുക. അത് വിറ്റ് കിട്ടിയ പൈസ നന്നായിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ അവരെ വിമാനത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു ഇത് മനസ്സിനുള്ളിൽ എന്തോ ഒരു ഇതൊക്കെ പോലെ തോന്നിയായിരുന്നു. മേഘത്തെ കണ്ടപ്പോ എന്താ തോന്നി? പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പൈലറ്റ് ആവാൻ വിമാനയാത്രയിൽ പൈലറ്റ് ആവാൻ തീരുമാനിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലെ കുടുംബശ്രീ ചേച്ചിമാരാണ് ഈ നിൽക്കുന്നവര്. ഇവരൊരു കിഡിലൻ ഐറ്റം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ആ കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി വരെ ഇങ്ങോട്ട് വന്നേ. ചേച്ചി, നിങ്ങളെല്ലാരും കൂടെ വിമാനത്തെ കയറിയെന്ന് കേട്ടല്ലോ, എന്താ സംഭവം? ഞങ്ങളിവിടെ മുഹമ്മ പഞ്ചായത്തില് 12ാം വാർഡുകാരാണ്. അപ്പൊ ഞങ്ങളുടെ കുടുംബശ്രീയിൽ ADS അംഗങ്ങള് ഈ കുട്ടികളെ, നമ്മുടെ വാർഡിൽ പഠിക്കുന്ന കുട്ടികളെ ഒക്കെ വിളിച്ചു കൂട്ടി അവർക്കൊരു ക്ലാസ് കൊടുത്തു. ക്ലാസ് കൊടുത്ത കഴിക്ക് നമുക്കൊരു ഓഫറും കൊടുത്തവര് നന്നായിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ അവരെ വിമാനത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ A+ മേടിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ആ കുട്ടികളോട് പറഞ്ഞ വാഗ്ദാനം കൊടുത്ത പ്രകാരം അവര് നന്നായിട്ട് പഠിച്ചു. അതിന് ഞങ്ങൾക്ക് 10 പിള്ളേരെ ഫുൾ A+കാരെ കിട്ടിയിട്ടുണ്ട്. അവരെയാണ് ഞങ്ങള് വാഗ്ദാനം കൊടുക്കുമ്പോ ഇവർക്ക് വിമാനത്തെ കയറണം, നല്ല ചെലവാ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആ ചെലവ് കണ്ടത്? ഞങ്ങളത് കുടുംബശ്രീ മുഖാന്തരം ഞങ്ങൾ കുടുംബശ്രീക്കാരോട് പറഞ്ഞു. അപ്പൊ നമ്മുടെ വാർഡിലുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങളും അംഗമാണല്ലോ. അപ്പൊ അവരോട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ പത്രം, അതായത് വായിച്ചു കഴിഞ്ഞിട്ടുള്ള പത്രങ്ങൾ 3 മാസത്തെ പത്രം കളക്ട് ചെയ്ത് നിങ്ങളുടെ ഒരു സ്ഥലങ്ങളിൽ വെക്കുക. അത് ഞങ്ങൾ ADSൽ നിന്നുള്ള അംഗങ്ങളും എല്ലാം കൂടി വന്ന് ശേഖരിച്ച് അത് വിറ്റ് കിട്ടിയ പൈസ, പിന്നെ കൂടാതെ ഞങ്ങൾ ആക്രി സാധനങ്ങളും ഓരോ വീടുകളിൽ പഴയതായിട്ട് കടന്നുള്ള ആക്രി സാധനങ്ങളെല്ലാം ചാക്കിലെടുത്തോണ്ട് പോകും. ആക്രി പെറുക്കി വിറ്റിട്ടാണ് 10ഓളം പേരെ വിമാനത്തിൽ കയറ്റിയിരിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾ ശരിക്കും പോയത്? ബാംഗ്ലൂര്. പെട്ടെന്ന് കുടുംബശ്രീയിലെ ചേച്ചിമാര് നിങ്ങൾക്ക് ക്ലാസ് തന്നു പറഞ്ഞു. എങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് തന്നത്? ഇവിടെ ഞങ്ങൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് പോലെയായിരുന്നു തന്നത്. നല്ലപോലെ മാർക്ക് മേടിക്കുന്നവർക്ക് ഇതുപോലെ ഫ്ലൈറ്റിൽ പോകാൻ അവസരം തരും, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കണമെന്നൊക്കെ എല്ലാരും പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാരും പഠിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ എക്സ്പീരിയൻസ്? നല്ലതായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഫ്ലൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇരുന്നതും ഒക്കെ ഒരു കഥയായിട്ടുണ്ടെന്ന് പറഞ്ഞു? അത് എങ്ങനെയാണ്, ആദ്യം ബോർഡിംഗ് പാസ് എടുത്തിട്ട് അവിടെ ചെന്ന് വെയിറ്റിംഗിന്റെ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഇതില് ഫ്ലൈറ്റിൽ കയറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു ഇത് മനസ്സിനുള്ളിൽ എന്തോ ഒരു ഇതൊക്കെ പോലെ തോന്നിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മേഘങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നി. വിൻഡോ സീറ്റിലാണല്ലോ ഇരുന്നേ? വിൻഡോ സീറ്റിലായിരുന്നു. അവിടെ നിന്ന് മേഘത്തെ കണ്ടപ്പോ എന്താ തോന്നി? പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെ? അപ്പൊ വീട്ടിൽ എന്താ വന്ന് പറഞ്ഞത്? ഇതിപ്പം നിങ്ങൾ ഇന്നലെ വന്ന് ഇന്ന് കണ്ടു, ഇന്ന് വന്നിറങ്ങിയിട്ട് ആരോടൊക്കെ ഇത് കണ്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞത്? അമ്മയോട് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞേ? അമ്മയെ ഇങ്ങനെ പോയി, വലിയ സന്തോഷമായിരുന്നു, കാണാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു.